അയ്യോ ഗൈസ്, എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. ഈ ലൈറ്റ് ഹൗസ് പണിഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ 1902 ഈ ലൈറ്റ് ഹൗസ് പണിഞ്ഞേക്കുന്നത്. എന്തോ ആശ നോക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ലൈറ്റ് ഹൗസ് ആയിരിക്കും നോക്കുന്നത്. ലൈറ്റ് ഹൗസസ് ഇൻ കൊച്ചിൻ ലൈറ്റ് ഹൗസ് ഡിസ്ട്രിക്റ്റിൽ കാണുന്ന എല്ലാ ലൈറ്റ് ഹൗസിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കാണുന്നത്. ഈ ലൈറ്റ് ഹൗസിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസാണ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാണാൻ വന്നിരിക്കുകയാണ് കൊല്ലത്തെ തങ്കശ്ശേരിയിലെ ലൈറ്റ് ഹൗസ് ആണ് ഞാൻ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. ഇത് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയിട്ടുള്ള ലൈറ്റ് ഹൗസ് ആണിത്. ഇവിടെ അതിൻ്റെ ടൈപ്പായിട്ടുള്ള ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ലൈറ്റ് ഹൗസ് വെക്കുന്നത് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ലൈറ്റ് ഹൗസ് ആണിത്. ഇത് പണ്ട് നിർമ്മിച്ച ഒരു ലൈറ്റ് ഹൗസ് ആണ്. നമ്മളൊന്നും അല്ല നിർമ്മിച്ചത്, ഇത് ബ്രിട്ടീഷുകാരാണ് ഇത് നിർമ്മിച്ചത്. ഇതിനുള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ, ടിക്കറ്റ് കൗണ്ടർ ആ സൈഡിലാണ്. അപ്പോൾ നമുക്ക് ആ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് വരൂ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അഡൽട്ട്സിന് 20 രൂപയാണ്. പിന്നെ 3 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 രൂപയാണ്. സീനിയർ സിറ്റിസൺസിന് 10 രൂപയാണ്. പിന്നെ ഫോറിൻകാർക്ക് 50 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫിക്കും ക്യാമറയ്ക്കും എല്ലാം 10 രൂപയാണ് ചാർജ് വരുന്നത്. ടിക്കറ്റ് എടുക്കാം. ലൈറ്റ് ഹൗസിൻ്റെ വിസിറ്റിംഗ് ടൈം എന്ന് വെച്ചാൽ 10 AM to 1 PM ആണ്. അത് കഴിഞ്ഞാൽ 2 PM തൊട്ട് 6 PM റീഓപ്പൺ ചെയ്യുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കും, 1 day വരെ ഹോളിഡേ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ നിങ്ങളിതൊക്കെ വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിവിടെ പെപ്പീസ് പോപ്സ് എന്ന് പറഞ്ഞൊരു ബേക്കറി കടയുടെ നിങ്ങൾക്ക് ഇവിടുത്തെ മെനു കാണാം. 2 ഫ്ലെക്സിലായിട്ട് തന്നെ മെനൂസൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൈറ്റ് ഹൗസ് ആണ് ഈ കാണുന്നത്. ഈ ലൈറ്റ് ഹൗസിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഒരു ടവറിൻ്റെ അടുത്ത് ഒരു സാധനം കിടന്ന് കറങ്ങുന്നുണ്ട്. പിന്നെ ഷിപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്മിറ്ററാണ് ആ കാണുന്നത്. ലൈറ്റ് ഹൗസസ് ഇൻ കൊച്ചിൻ ലൈറ്റ് ഹൗസ് ഡിസ്ട്രിക്റ്റിൽ കാണുന്ന എല്ലാ ലൈറ്റ് ഹൗസിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കാണുന്നത്. ഈ ലൈറ്റ് ഹൗസിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസാണ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. അതിന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളതാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ലൈറ്റ് ഹൗസ്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് എൻ്റർ ചെയ്യാൻ വേണ്ടി മുന്നേ നമുക്കിവിടെ നമ്മുടെ ഫുഡ് വെയർസ് ഔട്ട് സൈഡിൽ ലീവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ലൈറ്റ് ഹൗസിന് ഉള്ളിലോട്ട് കയറാം. ഈ ലൈറ്റ് ഹൗസ് പണിഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ 1902 ഈ ലൈറ്റ് ഹൗസ് പണിഞ്ഞേക്കുന്നത്. പിന്നെ ഒന്നും കൂടെ പുതുക്കിയേക്കുന്നത് 1940. ഇപ്പോൾ ഇവിടെ പണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പുതുക്കിയത് കൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ ലിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, പണ്ട് കാലത്ത് അമ്മയും അച്ഛനൊക്കെ പറയാറുണ്ട് സ്റ്റെപ്പ് വഴിയും പോകാമെന്ന്. ഇപ്പോൾ സ്റ്റെപ്പ് വഴിയും പോകാം, ലിഫ്റ്റ് വഴിയും പോകാം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് വഴിയല്ല പോകുന്നത്, നമ്മളിപ്പോൾ ലിഫ്റ്റ് വഴിയാണ് പോകുന്നത്. നല്ലൊരു ലിഫ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ മേളിലോട്ട് പോയിട്ട് നോക്കാൻ പോകുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരു വിൻഡോ കാണാൻ പറ്റും. വാവ്, അടുത്ത നിലയിലോട്ട് എത്താൻ വേണ്ടി പോകാത്തതുകൊണ്ട് അടുത്ത നില എത്തി ഗൈസ്. എല്ലാം മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഹൈറ്റാണ്. അടുത്ത നില എത്തി. വാവ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. വിൻഡോസിലൂടെയൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ അടുത്ത നിലയ്ക്ക് നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലാണ് പോകുന്നത്. അപ്പം നമ്മുടെ സ്ഥലം എത്തി ഗൈസ്. അപ്പം നമ്മളിവിടെ കാണുന്നത് തങ്കശ്ശേരിയിലെ കടലാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കടൽപ്പാലവും കാണാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ ഭംഗി ആസ്വദിക്കാം. എനിക്ക് എത്രമാത്രമാണ് വാക്കുകളിലൂടെ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷേ അതിമനോഹരമാണ്. ഇവിടെ നിന്ന് നമുക്ക് എല്ലാ വ്യൂവും കാണാൻ പറ്റുമെന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ലൈറ്റ് ഹൗസിന് മേളിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിന് ലൈറ്റ് ഹൗസിന് മേളത്തെ കാര്യങ്ങളൊക്കെ അതിമനോഹരമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ലിഫ്റ്റ് ഈ ഫ്ലോർ വരെ വരത്തുള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് കയറുമ്പോൾ കുറേ സ്റ്റെപ്പ് ഉണ്ട് കയറാൻ. ഇവിടെ നിന്ന് നമുക്ക് നേരത്തെ കണ്ട വ്യൂ അല്ല, വേറെ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഒരു നല്ല കാറ്റാണ് ഗൈസ് ഇവിടെ ഉള്ളത്. നല്ല കാറ്റുണ്ട്. നമുക്ക് ലിഫ്റ്റിൻ്റെ കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും മേളിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്. എൻ്റെ പൊന്നോ, ഭയങ്കര കുത്തനെയാണ് ഇവിടെ. പ്രായമുള്ള ആൾക്കാരൊക്കെ കയറുമ്പോൾ സൂക്ഷിച്ച് കയറേണ്ടതാണ്.
എന്ന് വെച്ചാൽ ഒരു ഏണി കയറുന്നതല്ല, അതിൽ ഇച്ചിരി താന്നിരിക്കുന്ന പോലെ തന്നെയാണ്. തന്നെയായിട്ടുള്ള സ്റ്റെപ്പാണ്, സൂക്ഷിച്ച് കയറണം. കുറേ പേർക്കൊന്നും കയറാനൊന്നും പറ്റുന്നില്ല. നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ മേളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും മേളിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ഭംഗിയായിട്ടുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. നമുക്ക് കുറേ ബോട്ട് ഇവിടെ നിരത്തിയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നോക്കിയാൽ കൊല്ലത്തിൻ്റെ മിക്ക ഭാഗങ്ങളും കാണാൻ പറ്റും. അതും ആ കാണുന്നതാണ് കൊല്ലത്തിൻ്റെ ബീച്ച് എന്ന് പറയുന്നത്. അയ്യോ ഗൈസ്, എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ ട്രാൻസ്മിറ്ററാണ് അതുകൊണ്ട് അവിടെ കാണുന്നത്. പിന്നെ ഭയങ്കര വലിയ വ്യൂ ആണ്, അതുകൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ടായിരുന്നു. കടലിൻ്റെ ഒരു അപാര വ്യൂ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നു. നല്ല രസമുണ്ട് കാണാൻ. കറങ്ങുകയാണ് ഗൈസ്. എൻ്റെ പൊന്നോ, നല്ല വ്യൂ ആണ്. അത്യാവശ്യം പേടിയാവുന്നുണ്ട്. കറങ്ങി ഡോറിൻ്റെ അടുത്ത് എത്തി തിരിച്ച്. പിന്നെ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ കടൽപ്പാലം കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ആ കുത്തനെ ഉള്ള സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മൾ സാധാ സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. പിന്നെ നമ്മൾ ലിഫ്റ്റിലാണ് താഴോട്ട് പോകുന്നത്. നമ്മളിതോട് വരുമ്പോൾ തന്നെ നല്ല കാറ്റ് തോന്നുന്നുണ്ട്. കാര്യമൊന്നുമല്ല, ജനലിൽ തുറന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാൻ. ഗൈസ്, ഈ ലിഫ്റ്റിൽ 4 പേരിൽ കൂടുതൽ കയറാൻ പറ്റത്തില്ല. അതിന് വാർണിംഗ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കയറാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ലൈറ്റ് ഹൗസിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തൊട്ടേ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടെ കുറേ ഗസ്റ്റ്സ് വരുന്നുണ്ട്. ഇവിടെ കുറേ എല്ലാ ആൾക്കാരും, എല്ലാ സ്ഥലത്തെ ആൾക്കാരും ഇവിടെ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു പാർക്കും കാണാൻ പറ്റും. നമുക്ക് ആ പാർക്കിലോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ കാണുമ്പോൾ തന്നെ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാത്രമേ ഇവിടെ കളിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ നമുക്ക് എൻട്രൻസിലോട്ട് കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു പാർക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഊഞ്ഞാലുണ്ട്, സീസോ ഉണ്ട്, പിന്നെ കറങ്ങുന്ന സാധനമുണ്ട്, പിന്നെ വേറൊരു സീസോ ഉണ്ട്, സ്ലൈഡ് ഉണ്ട്, പിന്നെ ഊഞ്ഞാലുണ്ട്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള പാർക്കാണ്. പിന്നെ നമുക്കിവിടെ കാണാൻ ഒരു ഗൊറില്ലയെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഗൊറില്ല ഇങ്ങനെ ചമ്മണക്കാലം പൂട്ടി ഇരിക്കുവാന്ന് തോന്നുന്നു. എന്തോ ആശ നോക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ലൈറ്റ് ഹൗസ് ആയിരിക്കും നോക്കുന്നത്. ഗൈസ്, അപ്പം ഞാനും ഊഞ്ഞാലാടാൻ വേണ്ടി പോവുകയാണ്. നല്ല രസമുണ്ട് ഇവിടെ ഊഞ്ഞാലാടാൻ. എന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് ഹൗസൊക്കെ നോക്കിയിരുന്ന് ഊഞ്ഞാലാടാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഊഞ്ഞാൽ 2 കുട്ടികൾക്ക് ആടാൻ പറ്റും. അതേപോലത്തെ 2 ഊഞ്ഞാലുണ്ട്. അപ്പോൾ ടോട്ടൽ 4 കുട്ടികൾക്ക് ആടാൻ പറ്റുന്നുണ്ടായിരിക്കും. പിന്നെ 2 സ്ലൈഡും കൊടുത്തിട്ടുണ്ട് ഇവിടെ. നല്ല രസമുണ്ട്, നല്ല പോലെ ആടുന്നുണ്ട്. നിങ്ങൾ ഈ പ്ലേസ് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും എല്ലാവരും കൂടെ ആയിട്ട് വന്ന് ഫാമിലിയൊക്കെ ആയിട്ട് ഈ ലൈറ്റ് ഹൗസ് ഒക്കെ കാണാൻ വന്ന് നല്ല രസമായിരിക്കും. അപ്പോൾ കഴിച്ച് ഞാൻ ഈ മനോഹരമായിട്ടുള്ള ലൈറ്റ് ഹൗസിൽ നിന്ന് പോകാൻ വേണ്ടി പോകാൻ സത്യത്തിൽ കുറച്ചും കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ടൈമില്ല. അപ്പോൾ നമുക്ക് പിന്നെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.